ഞാൻ പറഞ്ഞു മനസ്സിലാക്കേ. എടാ എടാ നിനക്ക് മാത്രമേ പറ്റൂ. എടാ എടാ ഈ 530 കിലോ പുല്ലാണെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം. ഇന്നത്തെ ദിവസം ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ നിന്റെ പേര് വരണം. ഒരു ദിവസം മാറ്റി. ഓക്കെ ഓക്കെ മാറ്റി. കേറുമ്പോ you can work എന്താ ദാ വരുന്നു. എന്റെ അമ്മേ എന്തിനാ കിടന്ന് തൊള്ള തുറക്കുന്നേ? അടുക്കള എന്തെങ്കിലും കരയുന്നുണ്ടോ? ഒന്നും കരയുന്നില്ല. എന്താ? കുഴപ്പമില്ല. രാവിലെ തന്നെ പരിപാടി തുടങ്ങിയാ? എടി ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകം അറിയില്ലേ? എന്ത്? ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പേര് രേഖപ്പെടുത്താനായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. അവരിത് കണ്ട് സാക്ഷ്യപ്പെട്ട് കഴിഞ്ഞാൽ 530 കിലോ ഈ മാറ്റി പൊക്കുന്നത് കണ്ടു കഴിയുമ്പോൾ അവർ രേഖപ്പെടുത്തും. ഇന്ന് മുതൽ എന്റെ പേര് ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡിൽ ഉണ്ടാവും. പിന്നെ അതെ, ചെയ്യാൻ പറ്റുന്ന പണി ചെയ്താ പോരെ? എടി എനിക്ക് പറ്റുന്ന പണിയാണ്. നീ എന്നെ നീ മോട്ടിവേറ്റ് ചെയ്യരുത്. പിന്നെ you can man. കഷ്ടം. ഒരു പണി ഞാൻ പറഞ്ഞില്ലേ പറ്റത്തില്ല. എഗ് വൈറ്റ് മുട്ടയുടെ വെള്ളക്കരു. ഓ, നേരം വെളുത്തപ്പോ ഞാൻ ഇവിടെ കൊണ്ട് പുഴിക്കാൻ കൊണ്ട് വെച്ചേക്കുന്നത് കണ്ടില്ലേ? ഞാൻ കണ്ടില്ലായിരുന്നു. എന്റെ ശ്രദ്ധ മുഴുവൻ ഇവിടെ ആയിരുന്നു. അയ്യോടാ. ഓക്കെ, വെള്ളമാകുമ്പോ വെള്ളം മാത്രം തരണ്ടേ മോളെ. ഈ യോക്ക് കഴിക്കാൻ പാടില്ല. നിങ്ങളടുത്ത് ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. പറഞ്ഞോളൂ. നീ ഡിമോട്ടിവേറ്റ് ചെയ്തെന്നെ. നീ എന്നെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്നതാണ് പ്രശ്നം. ചേട്ടോ അല്ലേ എന്ത് പറ്റി? നീ നെഗറ്റീവാ പോ. അതെ അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് പറ്റുന്ന പണി ചെയ്താൽ മതി. എനിക്ക് പറ്റുന്ന പണിയാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത്. പോ. ഇതൊന്നും നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെന്ന്. നീ ഡിമോട്ടിവേറ്റ് ചെയ്തെന്നെ. വരുന്നു കൊടപ്പുറന്ന്. രാജേട്ടാ ഒന്ന് പറഞ്ഞു ഉപദേശിക്ക്. അളിയന്റെ ഇവിടെ സൗണ്ട് അങ്ങ് വീട്ടിലിരുന്ന കേൾക്കാലോ. നിന്റെ അടുത്ത് ആടാ തൊട്ടപ്പുറത്ത് താമസിക്കാൻ പറഞ്ഞത്? എത്രയോ പേര് 6 കിലോമീറ്റർ മാറി താമസിക്കുന്നു. ഓ അത് ശരി. അപ്പൊ ഞാൻ ഇവിടെ താമസിക്കുന്ന കുഴപ്പം. എന്റെ അളിയ ഇവിടെ കല്യാണം കഴിച്ചു തരുമ്പോ എന്താണ് പറഞ്ഞത്? ഇവിടെ പൊന്നുപോലെ നോക്കണം, ജോലിക്കൊന്നും വിടല്ലെന്ന്. ഇപ്പൊ എന്തോ ചെയ്യുന്നത്? അവള് ജോലിക്ക് പോകുന്നു, അളിയ ഇവിടെ എന്തെങ്കിലും കോപ്രായം കാണിക്കുന്നത്? ഇത് കോപ്രായമല്ല, പിന്നെ ഗിന്നസ് ബുക്കിൽ എന്റെ പേര് വരാൻ പോവാ. അത് ശരി. ഈ നാട്ടിലെ എല്ലാ പലചരക്ക് കടകളിലും അളിയന്റെ പേരുണ്ട്. ഇനി ഗിന്നസ് ബുക്ക് കൂടെ ഉണ്ടാക്കിയാലേ കൊള്ളൂ. ഏട്ടാ എന്താ മോളെ? ഏട്ടാ ഇങ്ങനെ കാരണം പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. നാണക്കേടാ. അളിയ ഈ പെണ്ണ് വിഷയമൊക്കെ നമ്മൾ ആണുങ്ങൾ തഞ്ചത്തിൽ പറഞ്ഞു ഒതുക്കേണ്ട കാര്യമില്ലേ? അതെനിക്ക് അറിഞ്ഞോളിയാ. അങ്ങനെയാണ് നിന്റെ പെങ്ങളിവിടെ നിൽക്കായിരുന്നു. ഇതിപ്പോ എന്താണ് നിങ്ങളുടെ വിഷയം? എന്താ? അതെ ഞാൻ പറയാം. ഇല്ല ഞാൻ പറയും. ആരെങ്കിലും ഒരാൾ പറ. ഞാൻ പറയാം. അതെ, ഈ മനുഷ്യൻ ഡെയിലി കുളിക്കും. എന്തിനാണ് ഡെയിലി തെറ്റാണ്. അതൊരു തെറ്റല്ലല്ലോ പെങ്ങളെ. തെറ്റല്ല. ഇവിടുന്ന് കുളിക്കണമെങ്കിൽ തെറ്റല്ല. പക്ഷെ ഇങ്ങനെ കുളിക്കുന്നത് എവിടെയെന്ന് അറിയോ? പഞ്ചായത്ത് കുളത്തില്. അയ്യേ അതൊക്കെ മോശമല്ലേ അളിയാ? ഇവിടെ നല്ല ബാത്റൂം ഉണ്ട്, നല്ല കിണർ വെള്ളമുണ്ട്. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ടാണ് വല്ല അഴുക്ക പഞ്ചായത്ത് കുളത്തിൽ പോയി കുളിക്കുന്നതിന്. കാരണം ഞാൻ പറയാം, അവിടെ പോയി കുളിച്ചാലല്ലേ അവിടെ കുളിക്കാൻ വരുന്ന പെണ്ണുങ്ങൾ ഇങ്ങനെ മസിൽ കാണുള്ളൂ. ആളെ പറ്റി മോശം പറയരുത്. എന്താ കാണിച്ചാലും അവളവർ നോക്കൂലെന്നെ. പിന്നെ മെനഞ്ഞാന്ന് നടന്ന ഒരു സംഭവം അറിയണോ? ആരെങ്കിലും ഒരാൾ പറ. ഞാനാണ് പറയാൻ പോണത്. അളിയും കേട്ടോ. അളിയ ഞാനൊരു ദിവസം രാവിലെ കുളിക്കറവ് ചെല്ലുമ്പോ നിറയെ ആളുകൾ, നിറയെ പെൺകുട്ടികൾ ഇങ്ങനെ നിൽക്കുന്നു. കുളിക്കുന്നവര്, കുളിപ്പിക്കുന്നവര്, പകുതി കുളിച്ചവര്, തല നോക്കുന്നവര്, കുട്ടിയെ കുളിപ്പിക്കുന്നവര്, പാത്രം കഴിയുന്നവര്, അങ്ങനെ. അപ്പൊ ഞാനിങ്ങനെ എന്നെ ചെന്നപ്പോ ചില പെണ്ണുങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുമ്പോ ഞാനാണല്ലേ അളിയ അതിലൊക്കെ കാണണ്ട ഈ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാധനമല്ലേ ഇത്. ഞാൻ നോക്കുമ്പോ ഇവരെല്ലാവരുടെ ശ്രദ്ധ എന്നിലേക്കാണ്. അപ്പൊ 3 ആളടി പൊക്കമുള്ള മുകളിലേക്ക് ഒരു കുന്നിന് മേലെ ഞാൻ കയറി. എന്നിട്ട് ഇങ്ങനെ മസില കാണിച്ചിട്ട് 3 മലക്കം മറി നേരെ കുളത്തിലേക്ക് അടിപൊളി. എല്ലാരും എല്ലാം കണ്ടേട്ടോ. എന്തോന്ന് എനിക്ക് സംഭവം വെച്ചാല് ഈ ബർമുഡയുടെ എലാസ്റ്റിക് ലൂസ് ആയിരുന്നു. ഞാൻ 2ാമത്തെ മലക്കം പറയുമ്പോ ഈ എലാസ്റ്റിക്കും ഇല്ലാത്ത ബർമുഡ ഉണ്ടല്ലോ, അത് അന്തരീക്ഷത്തിൽ പറക്കാൻ തുടങ്ങി. പിന്നെ 3ാമത്തെ മലക്കം ഞാൻ താനേ അങ്ങ് വെള്ളത്തിലേക്ക് പോയി. അപ്പൊ അതവിടെ കുളിക്കാവുന്ന ഏതോ പെണ്ണുങ്ങളുടെ അടുത്ത് കരക്കിറങ്ങി. പ്രശ്നങ്ങളൊക്കെ തീർത്ത് ഇവിടെ എന്താണ് സംഭവം? സംഭവം ഒന്ന് നടക്കാൻ പോകുന്നേ ഉള്ളൂ.
എടുക്കണേ എനർജി ലോസ് ആണല്ലോ. പ്രോട്ടീൻ എവിടെയാടി? അയ്യോ ഇനി പ്രോട്ടീനും കൂടെ അടിച്ച് കയറ്റാത്തിന്റെ കുറവേ ഉള്ളൂ. എടി പ്രോട്ടീൻ കഴിച്ചാൽ മാത്രമേ ഉരുണ്ട് വരൂ. വരുന്നുണ്ട് ആര്? ഉരുണ്ട്. ആര്? ഓ നിങ്ങളുടെ ആശാൻ മസിൽമാൻ. പൊക്കണം. പിന്നെ ഗിന്നസ് ബുക്കിൽ കേറണം. അറിയാലോ എന്നവര് വരും. ഞാൻ ഇത്ര നേരത്തെ പൊക്കാൻ പറ്റിട്ടില്ല. ഇതാണ് ആശാൻ. അളിയനാ? അളിയനോ? ആശലൊന്നും ഇല്ലല്ലേ? ഹലോ വിട്, അവനെ ഉപദ്രവിക്കില്ല മാഷെ, ഉപദ്രവിക്കില്ല. ഐ ആം ബിജു. ബിജു പിടുത്തങ്ങളുണ്ടോ? കൊള്ളാം. പാവ, അവനെ ഉപദ്രവിക്കരുത് അല്ലേ? പേരെന്താ? കയ്യിന്ന് വിട. പീറ്റർ. എങ്ങനെയുണ്ട് പിടുത്തം? ഉഗ്രം പിടുത്തം. മാഷിന്റെ കുറച്ച് പ്രോട്ടീൻ പൗഡർ മാഷിന്. അയ്യോ പ്രോട്ടീൻ പൗഡർ എനിക്ക് വേണ്ട. ഞാൻ രാവിലെ കഴിച്ചതാണല്ലോ. എന്നിട്ടൊന്നും കാണാനില്ലല്ലോ. പ്രോട്ടീൻ പൗഡർ മാത്രം എന്റെ വയറ്റിൽ പിടിക്കത്തില്ല. ആണല്ലേ? അപ്പൊ ഇത് തിരിച്ചു കൊണ്ട് വച്ചേക്കാം. അപ്പൊ ഇത് പ്രോട്ടീൻ പൗഡർ അളിയന് കൊടുക്കുന്നു. എനിക്ക് വേണ്ട. ഞാൻ രാവിലെ കഞ്ഞി കുടിച്ചു. കഞ്ഞിയോ? ഈ കഞ്ഞിയൊന്നും കുടിച്ചിട്ട് കാര്യമില്ല. നല്ല പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ അതെ ഇങ്ങനെയൊക്കെ പിഴിച്ചങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ മേടിച്ചിട്ട് മിടുക്കനാട്ടോ. ജയിക്കാൻ എല്ലാവർക്കും എളുപ്പാ. ഈ തോറ്റു കൊടുക്കാൻ ഉണ്ടാവുന്ന ഒരു സുഖം ഉണ്ടല്ലോ, അതിന്റെ ഒരു തിളപ്പായത്. വിറയ്ക്കുന്നില്ലല്ലേ? വിറയ്ക്കുന്നല്ല, അതിന്റെ സുഖം കാണിച്ചതാ. പക്ഷേ നമുക്ക് ഇത് ഞാൻ ഇന്ന് വന്നിട്ടേ ഇത്രയും നേരമായിട്ട് എനിക്ക് പൊക്കാൻ പറ്റിയിട്ടില്ല. അയ്യോ നീ എന്നെ നാണം കെടുത്തോ? ഇല്ല, മാഷിന് അങ്ങ് പൊക്കിയാ പോരെ. മാള് നാവി എടുത്തിട്ട് മേലെ കോപ്പ് ഇടപാട്. അത് ശരി, ചെസ്റ്റ് ഊരി വെച്ചതാണല്ലേ? ജസ്റ്റ് ഞാനിവിടെ ഇട്ടുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇതെടുത്ത് മാറ്റിയില്ല. ഇത് തന്നു വിടും ഞങ്ങൾ. അതെ, ഇത് പൊക്കാൻ നോക്കും. മാഷൊന്ന് പൊക്കി കാണിച്ച. എടാ ഇത് പൊക്കണം എന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമുള്ളൂ. എനിക്ക് പൊക്കാൻ പറ്റത്തില്ല. ഞാൻ കല്യാണം കഴിക്കണം മുമ്പ് പൊക്കുമായിരുന്നു. എടാ ഞാൻ പ്രേമിച്ച ആളാണ് എന്റെ പെണ്ണുമ്പിളെ കെട്ടിയത്. അവൾ 650 കിലോ ആണ്. ഞാൻ പൊക്കിക്കൊണ്ടാ പോകുന്നത്. 650 കിലോ? പിന്നെ അന്ന് ഞാൻ പൊക്കുമായിരുന്നു. പക്ഷെ പിറ്റേ ദിവസം അളിയന്മാര് വന്ന് എന്നെ പൊക്കി. അതിൽ പിന്നെ എന്റെ നട്ടല്ലൊന്ന് വളഞ്ഞു. അതുകൊണ്ട് ഇത് പൊക്കാൻ പറ്റത്തില്ല. അളിയൻ പൊക്കളിയാ. പൊക്കള മാറ്റി. നമ്മുടെ വീട്ടിലിരിക്കും. കണ്ണു പുറത്തേക്ക് വരാൻ നീ പൊക്കാൻ നോക്കാം. കളിയാക്കണം എന്തിനാ? ഇത് പിന്നെ ആൾക്കാര് ഗിന്നസ് ബുക്കിന്റെ ആൾക്കാർ. ഗിന്നസ് ബുക്കിൽ പേര് കേട്ടാ ഞാൻ സാർ, ഇതെന്റെ ഭാര്യ, ഇതാണ് എന്റെ എല്ലാമായ ആശാൻ, അത് എന്റെ അളിയൻ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ നമ്മളെ കളിയാക്കി ചിരിക്കുവാ? അതെനിക്ക് സംശയം ഉണ്ടായിരുന്നു. ഈ കളിയാക്കി ചിരിച്ചാണോ ഇത്? എന്തിനാ 24 മണിക്കൂർ ചിരിച്ചോണ്ടിരിക്കുന്നത്? അല്ലല്ല, ഞാനെല്ലാവരെയും ഇങ്ങനെ ഗിന്നസ് ബുക്കിൽ കയറ്റിക്കൊണ്ടിരിക്കുക. അതറിയാം. അപ്പൊ എനിക്കൊന്ന് കയറണ്ടേ? അതുകൊണ്ട് 72 മണിക്കൂർ തുടർച്ചയായിട്ട് ചിരിച്ച് ഗിന്നസ് ബുക്കിൽ കയറാനുള്ള പരിപാടിയാ. ഇന്നലെ ഉച്ചക്ക് തുടങ്ങിയതായി ചിരി. വീട്ടുകാരൊക്കെ കരച്ചില്ല. ഞാൻ കയ്യിന്ന് പോയി. ഇത്രയും ശ്രമിച്ചു നടന്നിട്ടില്ല. ഇത് പൊക്കൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതെ സാർ, ഇത് എങ്ങനെയാണ് പൊക്കേണ്ടത്? അതായത് ഇത് പല കാറ്റഗറി ഉണ്ട്. പല കാറ്റഗറി, പല രീതിയില് ഇങ്ങനെ പൊക്കും. അതായത് ഇങ്ങനെ പൊക്കും, ചിലരിങ്ങനെ പൊക്കും, ചിലരിങ്ങനെ പൊക്കും, ചിലർ പല രീതിയിലും. ഏത് കാറ്റഗറിയാ കാണിച്ചു? ഇത് നിസ്സാര സംഭവമേ ഉള്ളൂ. ഇങ്ങനെ പിടിച്ചിട്ടേ ഇതൊക്കെ വേറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഫസ്റ്റ് പേജിൽ ബുക്കി കയറിപ്പോയി. രീതി ബുക്കി ആചാരാണോ?
ഇതൊക്കെ ചൈനക്കാർ അയ്യോ അപ്പൊ പിന്നെ എങ്ങനെ സാറേ ഒരു മിനിറ്റ്. അയ്യോ ഇത് എങ്ങനെ ഇത് അയ്യോ കടി കടി ഇതുപോലെ മതി. ഇത് കൊള്ളാം ഇത് കൊള്ളാം ഇത് കൊള്ളാം. ഇങ്ങനെ മതി, ഇങ്ങനെ മതി. ഇതുപോലെ മതിയാ? ഇത്രയല്ല. പൊക്കളിയാ നിന്നെ പൊക്കാത്ത എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതങ്ങനെ ഞാൻ ഇത്ര ഇവിടം വരെ പൊക്കി വെച്ചതാണല്ലോ. ഞാൻ ഇവിടം വരെ പൊക്കി വെച്ചത്. അല്ല ഞാൻ പോക്കി കറക്കിയതല്ലേ. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതാര് പൊക്കൂന്നും പറഞ്ഞ എന്നെ വിളിച്ചു വരുത്തിയത്? ഞാൻ ചാമ്പി. മാട്ടി മാട്ടി മാത്രം പൊക്കിയില്ല, ബാക്കി എല്ലാരും പൊക്കി. ശരിയാണല്ലോ. മാട്ടി അവിടെ നിൽക്കട്ടെ, നിങ്ങളെല്ലാവരുടെയും പേര് ആദ്യം കിട്ടുന്ന പൊക്കി കേട്ടാ. ആരാ അത് പക്ഷെ ഇതുവരെയല്ലേ പൊക്കിയ. അല്ല ആദ്യം പൊക്കി ഞാനല്ല, രണ്ടാമത് പൊക്കി ഞാൻ ഇതുവരെ അല്ലല്ല സാറേ സാറേ ഞാൻ പൊക്കി കറക്കിയല്ലോ. ഫസ്റ്റ് എന്റെ പേര് ആ പേര് പറഞ്ഞോളൂ. അപ്പൊ എന്റെ പേര് ചേർക്കൂലേ? പാട്ടിയുടെ പേര് ചേർക്കാം. കാരണം ഇത്രയും പേരെ ഒരുമിച്ച് ഗിന്നസ് ബുക്കിൽ കേറ്റാൻ അവസരം ഉണ്ടാക്കിയതിന്റെ പേരിൽ പാട്ടിയുടെ പേരും ഗിന്നസ് ബുക്കിൽ കയറും. നിങ്ങൾ ഇങ്ങനെ ചിരിക്കരുത്, ഈ ചിരി ഇങ്ങനെ നീണ്ടുപോയാൽ എന്റെ റെക്കോർഡ് പോകും.